സട്ടയർ സ്വഭാവവും സിമ്പിളായിട്ടുള്ള പ്ലോട്ടുമുള്ള പഞ്ചായത്ത് പോലെയുള്ള സീരീസുകൾക്ക് പുതിയ പുതിയ സീസണുകളായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ഏറ്റവും വലിയ ചാലഞ്ച് ആവർത്തന വിരസത ഇല്ലാതെ കഥ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് തന്നെയാണ്. ഹ്യൂമറിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള 1-2 സീസണുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ക്യാരക്ടർ ഓറിയൻറ്റഡ് ആയിട്ട് കഥ പറയാൻ TVF നിർമ്മിച്ചിട്ടുള്ള ഈ സീരീസിൻ്റെ 3ാം സീസണിന് സാധിച്ചിരുന്നു. 4ാം സീസണിലേക്ക് വരുമ്പോൾ ക്യാരക്ടർ സ്റ്റഡി സ്വഭാവം നിലനിർത്തിക്കൊണ്ട് കൂടുതൽ കഥാപാത്രങ്ങളിലേക്ക് സീരീസ് പോകുന്നുണ്ടെങ്കിലും മറ്റ് സീസണുകളിൽ ഉണ്ടായിരുന്ന ഹൈ മൊമെൻറ്റുകൾ ഈ ഒരു സീസണിൽ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. പ്രധാൻജിയും MLAയും തമ്മിലുള്ള സംഘർഷത്തിന് ശേഷമുള്ള കഥയാണ് ഇത്തവണ നമ്മൾ കാണുന്നത്. പ്രധാൻജിയെ ആരാണ് വെടിവെച്ചത് എന്നത് ഇപ്പോഴും ഒരു ദുരൂഹതയായിട്ട് നിലനിൽക്കുകയാണ്. അതിനിടെയാണ് അവിടെ പുതിയ ഇലക്ഷൻ വരുന്നത്. ശത്രുപക്ഷത്തുള്ള ഭൂഷൺ MLAയുടെ പിന്തുണയോടെ ഇത്തവണ മത്സരിക്കുന്നുണ്ട്. ഈ 2 കൂട്ടരും നടത്തുന്ന ഇലക്ഷൻ പ്രചാരണവും അതിൻ്റെ ഫലവുമാണ് 4ാം സീസണിൽ നമ്മൾ കാണുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആദ്യത്തെ 2 സീസണുകൾ തമാശയും സർക്കാസവും ഒക്കെയുള്ള തരത്തിലുള്ളതാണെങ്കിൽ 3ാമത്തെയും 4ാമത്തെയും സീസണുകൾ കുറച്ചുകൂടെ ഇമോഷണൽ ലെവലിൽ ഹെവി ആയിട്ടുള്ള സീസണുകളാണ്. കഴിഞ്ഞ സീസണിൽ പ്രഹ്ലാദ് എന്ന കഥാപാത്രത്തിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സീരീസിൻ്റെ സ്വഭാവം വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ അതിൻ്റെ മേക്കേഴ്സിനെ സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസൺ അവസാനിക്കുമ്പോൾ 4ാം സീസൺ വരുമ്പോൾ രാഷ്ട്രീയ പോര് കുറച്ചുകൂടെ കനക്കും എന്നൊരു തോന്നൽ നമുക്ക് കിട്ടുമെങ്കിലും ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാതെ അതിനെ 5ാം സീസണിലേക്ക് നീട്ടിവെച്ചതുപോലെയാണ് പുതിയ സീസൺ കണ്ടപ്പോൾ തോന്നിയത്. ഭാവിയിൽ ഫുലേരയിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ ഒരു കൗതുകം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല സംഭവങ്ങളും 4ാം സീസണിൽ ഉണ്ടെങ്കിലും മീമുകളായിട്ട് മാറുന്ന സിഗ്നേച്ചർ മൊമെൻറ്റുകൾ ഇത്തവണ വളരെ കുറവാണ്. പ്രഹ്ലാദ് ഷായുടെ ദുഃഖം ഈ സീരീസിനെ അതിൻ്റെ കംഫർട്ട് സോണിൻ്റെ പുറത്തേക്ക് കഴിഞ്ഞ തവണ കൊണ്ടുപോയിരുന്നു. അത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന് തന്നെയാണ് ഇത്തവണയും ശ്രമിക്കുന്നത്. ഇത്തവണ അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്നത് തമാശയ്ക്ക് വേണ്ടി എന്നും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിനോദ് എന്ന കഥാപാത്രത്തെ ഹ്യൂമനൈസ് ചെയ്തുകൊണ്ടാണ്. ലോകവിവരം കുറവായതുകൊണ്ട് ഒരു പൊട്ടനായിട്ട് മുദ്രകുത്തപ്പെടുമ്പോഴും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് വിനോദ്. തുടക്കത്തിൽ കാണിക്കുന്ന ലഡു ചാപ്റ്ററിന് അവസാനം പേ ഓഫ് കിട്ടുമ്പോൾ ഒരർത്ഥത്തിൽ ഈ സീസൺ എന്തൊക്കെ സംഭവിച്ചാലും നന്ദികേട് കാണിക്കാത്ത വിനോദിൻ്റെ കഥയാവുകയാണ്. മറ്റു കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോരോ ട്രാക്കുകളായി സീരീസ് കാണിക്കുന്നുണ്ടെങ്കിലും കാര്യമായൊരു പുരോഗതി അതിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പഞ്ചായത്ത് സെക്രട്ടറി റോളിൽ വന്നിട്ടുള്ള ജിതേന്ദ്ര കുമാറിന് ഇത്തവണ കഥ ആ കഥാപാത്രത്തിൽ ഒരുപാട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. വെടിയുണ്ട കൊണ്ടതിന് ശേഷമുള്ള പ്രധാൻജിയുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളും രഘുബീർ യാദവിന് ആ കഥാപാത്രത്തെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട്. പുള്ളി അത് നല്ല രീതിയിൽ ചെയ്തിട്ടുമുണ്ട്. ഫൈസൽ മാലിക്, ചന്ദൻ റോയ്, നീന ഗുപ്ത എന്നിവരൊക്കെ അവരെ ഏൽപ്പിച്ച കഥാപാത്രങ്ങളെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. റിങ്കി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സാൻവികയ്ക്ക് ഇത്തവണ കുറച്ചുകൂടെ സ്ക്രീൻ ടൈം ലഭിക്കുന്നുണ്ട്. ക്രാന്തി ദേവിയായിട്ട് വരുന്ന സുനിത രാജ്വാറിനും ഭൂഷണായിട്ട് വന്നിട്ടുള്ള ദുർഗേഷ് കുമാറിനും ഈ സീസണിൽ കുറച്ചുകൂടെ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. കാര്യങ്ങളുടെ കിടപ്പ് മാറിയതുകൊണ്ട് പ്രകാശ് ജ അവതരിപ്പിക്കുന്ന MLA കഥാപാത്രവും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സോണിലാണ് ഉള്ളത്. ഏറ്റവും മികച്ച രീതിയിൽ ഡെവലപ്പ് ചെയ്ത ഈ സീസണിലെ കഥാപാത്രം അവതരിപ്പിച്ച നടൻ തന്നെയാണ് ഇത്തവണത്തെ ഏറ്റവും മികച്ച പെർഫോമർ. ഇതുവരെയുള്ള സീസണുകളിലെല്ലാം കോമഡിക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച വിനോദിനോട് പ്രേക്ഷകർക്ക് എമ്പതി തോന്നുന്ന രീതിയിൽ അയാളെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് സ്വല്പം ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് അശോക് പാഠക് തൻ്റെ പെർഫോമൻസിലൂടെ നേടിയെടുത്തത്. അതിനായിട്ട് ആ കഥാപാത്രത്തെ പുള്ളി ഭീകരമായിട്ട് മാറ്റുന്നൊന്നുമില്ല. സ്ക്രീനിലുള്ള രാഷ്ട്രീയം കൊണ്ട് വിനോദ് ശത്രുപക്ഷത്താണെങ്കിലും പ്രേക്ഷകർ അയാൾക്ക് വേണ്ടി റൂട്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി എന്നത് തന്നെയാണ് ഈ സീസണിൻ്റെ എടുത്തു പറയാവുന്ന ഒരു പോസിറ്റീവ്. ചന്ദൻ കുമാർ രജനിയും ദീപക് കുമാർ മിശ്രയോടൊപ്പം ഇത്തവണ അക്ഷത് വിജയവർഗീയയും ചേർന്ന് സംവിധാനം ചെയ്തിട്ടുള്ള പഞ്ചായത്തിൻ്റെ 4ാം സീസൺ പ്ലോട്ട് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും വീക്കായിട്ടുള്ള സീസണാണെന്ന് പറയാം. അധികാര സ്ഥാനങ്ങളിൽ സാമാന്യം കാര്യമായ മാറ്റങ്ങളും പുതിയ ശത്രുതകളും അപ്രതീക്ഷിതമായ അധികാര സ്ഥാനങ്ങളും ഒക്കെ വന്ന സ്ഥിതിക്ക് സീസൺ 5 എന്ത് സംഭവിക്കുമെന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഈ 4ാം സീസൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള ക്യൂരിയോസിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല. ഇത്രയുമായിരുന്നു ഈ സീരീസിനെ കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്